തിരികെ വാർത്തയിലേക്കാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ഘട്ടത്തിന്റെ ചെലവ് 9,700 കോടി രൂപയാണ്. കേരളത്തിന്റെ വികസനത്തിന് പ്രതീക്ഷ നൽകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2028 പൂർത്തിയാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസം. ഒന്നാം ഘട്ട പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ 710 കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തി മടങ്ങിയത്. 15 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ചരക്ക് കപ്പലുകൾ സർവീസ് തുടങ്ങിയതോടെയാണ് ചരക്കു നീക്കത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് ചിറക് വെച്ച് തുടങ്ങിയത്. രണ്ടാം ഘട്ടം പൂർത്തിയായി കഴിയുമ്പോൾ 10 ലക്ഷം കണ്ടെയ്നർ എന്നത് 50 ലക്ഷം കണ്ടെയ്നറായി ശേഷി ഉയരും. ബർത്തിന്റെ നീളം 800 മീറ്ററിൽ നിന്നും 2000 മീറ്ററായി വർദ്ധിപ്പിക്കാനാണ് രണ്ടാം ഘട്ടം ലക്ഷ്യമിടുന്നത്. ബ്രേക്ക് വാട്ടറിന്റെ വിസ്തൃതി 3 മീറ്ററിൽ നിന്നും 4 മീറ്ററായി ഉയരും. രണ്ടാം ഘട്ടത്തിൽ ക്രൂസ് ടെർമിനൽ കൂടി പൂർത്തിയാകുന്നതോടെ യാത്രാ കപ്പലുകളും വിഴിഞ്ഞത്ത് എത്തിച്ചേരും. ഇതോടെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള നികുതിയുടെ വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു തുടങ്ങി. റെയിൽ പദ്ധതി ഉൾപ്പെടെ ഉള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും രണ്ടാം ഘട്ടത്തിൽ തുടങ്ങും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.